ഫേസ് ചാനലിൻ്റെ ചലോ ബദലഹേം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നും വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറയോടൊപ്പമാണ്. വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ ഏക്ലോഗുകളെ ഒരു പാഠ്യപദ്ധതിയാക്കി മാറ്റുകയായി. നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ പോലും ഈ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലും ചാവറയച്ചനുണ്ട് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ചാവറയച്ചൻ്റെ പാഠ്യ സ്വഭാവം, ചാവറയച്ചൻ ആരെയാണോ പഠിപ്പിക്കുന്നത് അവർ പോലും അറിയാതെ, പഠിക്കുകയാണോ എന്ന് അവർ പോലും അറിയാതെ കണ്ട് അവരെ പഠിപ്പിച്ച ഒരു വ്യക്തി. അതാണ് ശരിക്കുള്ള അധ്യാപകൻ എന്ന് പറയുന്നത്. ശരിക്കുള്ള അധ്യാപകന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് എന്ന് ഈ വിദ്യാർത്ഥികൾ അറിയാതെ അവരെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അതിനെ വേണമെങ്കിൽ എല്ലാം കൂടെ കൂട്ടി നമുക്ക് വേണമെങ്കിൽ നാഷണൽ പോളിസി, എഡ്യൂക്കേഷൻ പോളിസി, നമ്മൾ ഇന്ന് കാണുന്ന തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ, ചാവറയച്ചൻ പ്രായോഗികമാക്കാൻ പരിശ്രമിച്ചു ഒന്നാണ്. തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ, അതാണ് ചാവറയച്ചന് ഈ എക്ലോഗുകൾ സൃഷ്ടിച്ചപ്പോൾ അത് അവതരിപ്പിക്കാൻ ക്രിസ്മസിന് ശേഷമുള്ള ധനഹാക്കാലമായിരുന്നു തിരഞ്ഞെടുത്തത്. ധനഹാക്കാലം ഒരു പ്രത്യേക കാലമാണ് സഭയുടെ. കാരണം പുൽക്കൂടിൻ്റെ ചിന്തകള്, നമ്മൾ പുൽക്കൂട്ടിലേക്ക് പോയി പുൽക്കൂട്ടിൽ നിന്ന് ഇറങ്ങി പുൽക്കൂടിൻ്റെ ഗുണങ്ങള് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ധനഹാക്കാലം. ധനഹാക്കാലത്തില് ജനുവരി 6-ാം തീയതിയാണ് ധനഹ പെരുന്നാൾ. പെരുന്നാളെന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ നമ്മൾ ആഘോഷിക്കും. നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ നമ്മൾ പറയും പിണ്ടുകുത്തി പെരുന്നാൾ. ഈ പെരുന്നാള് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രത്യക്ഷീകരണം, യേശുവിൻ്റെ പ്രത്യക്ഷീകരണം. യേശുനാഥൻ യോഹൻ നദിയിൽ നിന്നും, ജോർദാൻ നദിയിൽ നിന്നും തലപൊക്കി എഴുന്നേൽക്കുന്ന ആ പ്രഭാവം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രഭാവം. ദൈവം തമ്പുരാനും പരിശുദ്ധ റൂഹായും ഒക്കെ സന്നിഹിതമായിരുന്ന അവസരം. ധനഹാക്കാലം എന്ന് പറയുന്നത് സൂര്യ ബഹുമാനിക്കുകയും സൂര്യനെ ബഹുമാനിക്കുന്ന, സൂര്യനെ കരുതുന്ന, ഒന്നുമില്ലെങ്കിൽ യേശുവിനെ സൂര്യനായിട്ട് കാണുകയും ചെയ്യുന്ന ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! അതാണ് യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തില് സൂര്യൻ. അന്ന് വരെ ഈ ധനഹാകാലം വലിയൊരു പെരുന്നാളൊന്നും ആയിരുന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ യേശുവിൻ്റെ മരിച്ചുയർപ്പ് നമ്മൾ സഭ ഓർക്കുന്നുണ്ടായി. പിന്നീടാണ് ഈ പെരുന്നാളുകളൊക്കെ കടന്നു വന്നത്. ധനഹാകാലമാണ്, ധനഹാ പെരുന്നാളാണ് ആദ്യമായിട്ട് കടന്നു വന്ന പെരുന്നാൾ എന്നാണ് പൗരസ്യ ചിന്തകര്, വേദപണ്ഡിതർ പറയുന്നത് അങ്ങനെയാണ്.
അതിനുശേഷമാണ് ക്രിസ്മസ് പോലും കടന്നു വന്നത് എന്ന് പറയുന്നു. ധനഹാകാലത്തിൻ്റെ ചിന്തകള്, പ്രാർത്ഥനകള്, ധ്യാനങ്ങള് ഈ എല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാവാദികളാണ്. അതുകൊണ്ട് ചാവറയച്ചൻ താൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥികളെ തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന പദ്ധതിയിലൂടെ പഠിപ്പിക്കലായിരുന്നു ചാവറയച്ചൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, ചാവറയച്ചൻ്റെ കണ്ണും കാതും നമുക്ക് കൂട്ടിച്ചേർക്കാം, കരളും. ചാവറയച്ചൻ്റെ വളരെയധികം പവർഫുൾ ആയിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ചാവറയച്ചൻ്റെ കണ്ണ്, നമ്മുടെ ധർമാരാമില് ചാവറയച്ചനെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനകത്ത് ചാവറയച്ചൻ്റെ കണ്ണുകൾ വലിയ കണ്ണുകളാണ്. ചാവറയച്ചനെ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൊണ്ട് ചാവറയച്ചനെ ഉണ്ടാക്കിയ ആ കലാകാരൻ ചാവറയച്ചനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ കലാകാരനെ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ മറന്നു. ആ കലാകാരൻ ചോദിച്ചു, ചാവറയച്ചനെ കുറിച്ചുള്ള ഒരു പുസ്തകം തരാം. അദ്ദേഹം ആ പുസ്തകം മേടിച്ച് ഈ കലാരൂപം ചെയ്യുന്നതിന് മുൻപ് മേടിച്ചു വായിച്ചിട്ട് അദ്ദേഹം അവസാനമായിട്ടൊരു കമന്റ് പറഞ്ഞു. ചാവറയച്ചൻ്റെ കണ്ണ് ചെറുതായിപ്പോയി. ചാവറയച്ചൻ്റെ കണ്ണ് എൻ്റെ പടത്തിൽ ഞാൻ വലുതാക്കി കാണിക്കും. അതാണ് ധർമാരാം പള്ളിയിൽ കാണുന്ന ചാവറയച്ചൻ്റെ കണ്ണുകളുടെ പ്രസക്തി. വളരെ പവർഫുള്ളായിട്ടുള്ള കണ്ണുകളായി, ദീർഘവീക്ഷണമുള്ള കണ്ണുകളായി, മറ്റുള്ള ആളുകൾ കാണാത്ത കാര്യങ്ങൾ കാണുവാൻ ശക്തിയുള്ള കണ്ണുകളായി. ചാവറയച്ചനെ എക്ലോഗ് എഴുത്തുകാരൻ എന്ന് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നാടകം എഴുതിയ വിശുദ്ധരിലെ ഏക വ്യക്തി ചാവറയച്ചൻ. നാടകക്കാരുടെ കൂട്ടത്തിലെ വിശുദ്ധനായ വ്യക്തിയും ചാവറയച്ചൻ. നമ്മളൊരു കാലത്ത് നാടകം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇകഴ്ത്തി, ഇപ്പോഴും അത് തന്നെയാണ്, ചാവറയച്ചൻ നാടകം എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മഹത് വ്യക്തികൾ നമുക്കുണ്ട്. പക്ഷെ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ദൈവശാസ്ത്രം പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു സങ്കേതം ചാവറയച്ചൻ വർഷങ്ങൾക്ക് മുൻപ് തിരഞ്ഞെടുത്തു എന്നുള്ളത്. ധനഹാകാലത്തിൻ്റെ ചിന്തയും ഭക്തിയും എല്ലാം ചാവറയച്ചൻ്റെ ഈ എക്ലോഗുകളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും.